നമസ്കാരം, വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷം നടത്തി. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമ്പറ്റ ഉദ്ഘാടനം ചെയ്തു. നേട്ടങ്ങൾ അടയാളപ്പെടുത്തി മൊറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ശ്രദ്ധേയമായി. മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ആദ്യ വികസന സദസ്സ് കൂടിയായിരുന്നു മൊറയൂരിലേത്. അമ്മമാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പാരന്റിംഗ് ശില്പശാല. മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപക രക്ഷകർത്ത സമിതി സംഘടിപ്പിച്ച പാരന്റിംഗ് ശില്പശാലയിൽ 1000-ഓളം അമ്മമാരാണ് പങ്കെടുത്തത്. ഓയിസ്ക തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ജൈവകൃഷി ഞാറുനടീൽ ഉത്സവം നടത്തി. ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നാട്ടുകാരും പങ്കെടുത്ത ഞാറുനടീൽ ചടങ്ങ് കൗതുകകരമായി. വിസ്മയ ഗാനങ്ങളുമായി റഫ സംഗീത ആൽബം പുറത്തിറങ്ങുന്നു. CP സമീർ അലിയുടെ രചനയിൽ ഇർഷാദാണ് സംഗീതം പകർന്നത്. ആലത്തൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷം നടത്തി. തിരുനാവായ നിള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമ്പറ്റ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KV വിലാസിനി അധ്യക്ഷത വഹിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷത്തിൽ CDS ചെയർപേഴ്സൺ KV വിലാസിനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമ്പറ്റ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ K റസിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൂർപ്പിൽ ബാവ, നാസർ ആയപ്പള്ളി, മൊയ്തീൻകുട്ടി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ, K സുഹറാബി, ജസീന ബാനു, സോളമൻ വിക്ടർ ദാസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. വെട്ടൻ ന്യൂസ് തിരുനാവായ. നേട്ടങ്ങൾ അടയാളപ്പെടുത്തി മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ശ്രദ്ധേയമായി. മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ആദ്യ വികസന സദസ്സ് കൂടിയായിരുന്നു മൊറയൂരിലേത്. മൊറയൂർ GM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P സുനീറ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് നിറഞ്ഞ സദസ്സിലാണ് മൊറയൂരിൽ നടന്നത്. മൊറയൂർ GM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P സുനീറ ഉദ്ഘാടനം ചെയ്തു. നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം പുതുതലമുറക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമുക്കറിയാം, ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നൂതന പദ്ധതികളും ഏറെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഉൽപാദന മേഖലയിലും പാശ്ചാത്യ മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അർഹരായ മുഴുവൻ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുവാനും അതുപോലെ അർഹരായ മുഴുവൻ ആളുകൾക്കും BPL കാർഡ്, ലൈഫ് പദ്ധതി, PMA പദ്ധതി, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷം വീട്, ഇരട്ടി വീട് നമുക്ക് ഒറ്റ വീടാക്കാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് സാധിച്ചു എന്നതാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മുണ്ടേൽ അധ്യക്ഷത വഹിച്ചു. 200-ലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന വികസന രേഖ പ്രസിഡന്റ് പ്രകാശനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി C ഭാസ്കരൻ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CK അനീസ് ബാബു, PK ആയിഷാബി, ഫാത്തിമ അൻവർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സഫിയ, വാർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ് മലപ്പുറം.
മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപക രക്ഷകർത്ത സമിതി സംഘടിപ്പിച്ച പാരന്റിംഗ് ശില്പശാല അമ്മമാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബെറ്റർ പാരന്റിംഗ് എന്ന വിഷയത്തിൽ താന്നാളൂർ നെല്ലിക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കാളികളായത് 1000-ഓളം അമ്മമാരാണ്. ലൈഫ് സ്കിൽ പരിശീലകനും മെന്റലിസ്റ്റുമായ താഹിർ കൂട്ടായി ക്ലാസ് എടുത്തു. താന്നാളൂർ നെല്ലിക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ PTA പ്രസിഡന്റ് OP ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പഠനകാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് ലൈഫ് സ്കിൽ പരിശീലകനും മെന്റലിസ്റ്റുമായ താഹിർ കൂട്ടായി ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ VM സുരേന്ദ്രൻ, SMC ചെയർമാൻ AP മനാഫ്, MTA പ്രസിഡന്റ് M ജസീന, സീനിയർ അസിസ്റ്റന്റ് P രോഹിണി, സ്റ്റാഫ് സെക്രട്ടറി M നൌഷാദ് എന്നിവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ് താന്നാളൂർ. ഉയർന്ന പോഷകമൂല്യമുള്ളതും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതുമായ രക്തശാലി ജൈവകൃഷി ഞാറുനടിയിൽ ഉത്സവം നടത്തി. ഓയിസ്ക തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ ഹൈസ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നാട്ടുകാരും പങ്കെടുത്ത ഞാറുനടിയിൽ ചടങ്ങ് കൗതുകമായി. ഓയിസ്ക തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തിരുനാവായ പഞ്ചായത്ത് മെമ്പർ സോളമൻ വിക്ടർ ദാസ് 1.5 ഏക്കറോളം പാട്ടത്തിനെടുത്ത പാട്ടശേഖരത്തിൽ സംഘടിപ്പിച്ച ഞാറുനടിയിൽ ഉത്സവം കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എങ്ങനെ വിദ്യാർത്ഥികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാം, ആ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ അവരെ ഭക്ഷ്യദൂരം കുറയ്ക്കാം, അതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു മലബാർ മേഖലയിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് ഞാൻ വിശ്വസിപ്പിക്കാം. കാരണം സ്ക്രീൻ ടൈം കുറയ്ക്കാൻ കുട്ടികൾക്ക് തത്തുല്യമായിട്ടുള്ള മാനസിക ഉത്തേജനം നൽകുന്ന എന്തെങ്കിലും ഒരു പരിപാടി അവർക്ക് കൊടുക്കാത്തതാണ് സമൂഹം നേരിടുന്നത് വലിയൊരു ദുരന്തം. അപ്പോൾ അതിൽ വളരെ നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ പ്രത്യേകം തിരുനാവായ മണ്ണിൽ വളരെ നല്ല ഉയർന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുടെ ഒരു മണ്ണാണ്. ഓയിസ്ക തിരുനാവായ ചാപ്റ്റർ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഹൈസ്കൂളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും ടീച്ചേഴ്സും നാട്ടുകാരും പങ്കെടുത്തു. ഇനി ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഓയിസ്കയ്ക്കും വളരെയധികം നന്ദി പറയുകയാണ്. ക്ലാസ് റൂമിന് പുറത്തേക്കുള്ള വിദ്യാഭ്യാസം എന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളും ഓയിസ്കയും നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഒത്തിരി അധികം നന്ദി പറയുകയാണ്. നന്ദി. സെക്രട്ടറി മൊയ്തീൻകുട്ടി KV, ഉമ്മർ ചിറക്കൽ, സതീഷ് ബാബു നടുവട്ടം, അയ്യപ്പൻ കുറുമ്പത്തൂർ, വെട്ടൽ കുഞ്ഞുട്ടി, AK ബാവ, ഭാരതീയ വിദ്യാഭവൻ വൈസ് പ്രിൻസിപ്പാൾ ബിന്ദു നിധിൻ, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 6 വർഷമായിട്ട് രക്തശാലി വിത്തിനുള്ളത് ഞാനിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ഈ തിരുനാവായ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാനാണ് രക്തശാലി എന്ന നെല്ല് കൊണ്ടുവന്ന് ആദ്യമായി കൃഷി ചെയ്തതെന്ന് എൻ്റെ അറിവിൽ ശരിയായ വാക്കാണ്. കൃഷി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളൊക്കെ കൃഷിക്കുള്ളത് കിട്ടും. ഇത് ആദ്യമായിട്ടാണ് 1 ഏക്കർ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ആത്മേന എന്തെങ്കിലും സഹായം ഉണ്ടോ എന്നറിയില്ല. അതിന് ശേഷം ചിന്തിക്കാനുള്ള കാര്യം. വെട്ടം ന്യൂസ് തിരുനാവായ. വിസ്മയ ഗാനങ്ങളുമായി റഫ സംഗീത ആൽബം പുറത്തിറങ്ങുന്നു. CP സമീർ അലിയുടെ രചനയിൽ ഇർഷാദാണ് സംഗീതം പകർന്നത്. ഇശൽ ബഹർ ചാനലിലൂടെ ദർശന കുട്ടിക്കുപ്പായം റിയാലിറ്റി ഷോ ഫെയിം സിംഗർ ഫർമീസ് ചങ്ങരംകുളം, ഷാഹിദ് കാളിയ റോഡ്, ആദിൽ കുന്നംകുളം എന്നിവരാണ് ഗായകർ. السلام عليك يا نور الصباح السلام عليك يا داعي الفلاح. റഷീദ് അലീക്കര സംവിധാനം നിർവഹിക്കുന്ന റിഫ എന്ന ആൽബം ഉടൻ പുറത്തിറങ്ങുമെന്ന് ഓഡിറ്റ് ഇൻചാർജ് സർജി മോൻ അറിയിച്ചു. വെട്ടൻ ന്യൂസ് തിരൂർ. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് TN ഷാജി ഉദ്ഘാടനം ചെയ്തു.
ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പ് PTA പ്രസിഡന്റ് TN ഷാജി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സോണിയ C. വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫാത്തിമ നസ്രീൻ, അധ്യാപകരായ നൌഫൽ, ജംഷീർ ബാബു, സിദ്ദിഖുൽ അക്ബർ, പ്രോഗ്രാം ഓഫീസർ ധന്യ C. നായർ എന്നിവർ പങ്കെടുത്തു. നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കാളികളായി. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.